ആലപ്പുഴയിൽ MBBS ചെയ്യുമ്പോഴത്തേക്ക് ഒരു സർജൻ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡെസ്റ്റിനി എന്ന് പറയുന്നുണ്ടെന്ന് തോന്നിയ സമയമാണ്. ഒരു സർജനെ ഡിഫറൻ്റ് ആക്കുന്നത് ഞാൻ പറയും എൻ്റെ ശ്രദ്ധ കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുന്നത് പറയാം. നെഞ്ചത്തെ വെച്ച് പറയാം, ഞാൻ പറയും ഇതിൽ നന്നായിട്ട് വേറെ സ്ഥലത്ത് ലോകത്തൊരിടത്തും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ വേൾഡിലെ ബെസ്റ്റാണ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട്. പേഷ്യൻ്റ് നല്ലതായിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ പരം നമുക്ക് സന്തോഷമില്ല, നമുക്ക് പേരും ഇല്ലാത്ത കാര്യം. 30 ബോഡി മാസ് ഇൻഡെക്സ് ക്രോസ് ചെയ്യുമ്പോഴാണ് അതിനെ പൊണ്ണത്തടി എന്ന് പറയുന്നത്. പൊണ്ണത്തടി ഒരു രോഗമാണ്. ഞാൻ വണ്ണം കുറയുവാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങളെല്ലാം മാറിപ്പോകും. ക്യാൻസറിനെ വരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാൻസർ വരാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒബീസിറ്റി സർജറി ചെയ്യുന്ന ആൾക്കാർ. 20 സിഗരറ്റ് വലിക്കുന്നതും 3 പൈന്റ് മദ്യം കഴിക്കുന്നതും വണ്ണത്തിന് കൂടുന്ന തരത്തിലേക്ക് ആഹാരം കഴിക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെയാണ് എഫക്റ്റ് ഉണ്ടാകുന്നത്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉണ്ടായിരുന്ന സമയത്ത് ശ്വാസം മുട്ടലിന് മെഷീനും വെച്ചിരുന്നപ്പോൾ ഒന്നും ഒരുത്തരും ചോദിച്ചില്ല. ഇപ്പൊ ഞാനൊന്ന് കുറഞ്ഞ് അസുഖം എല്ലാം പോയപ്പോഴാണ് ഇവർ ചോദിക്കുക അസുഖം വല്ലതും ഉണ്ടോ. ശരിക്കും ഞാൻ പറയാറുണ്ട്, ഗ്രലിൻ്റെ ഒരു ട്യൂമർ നമ്മുടെ ദേഹത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്യൂമർ നമ്മൾ എത്രമാത്രം നമ്മൾ ദോഷമായിട്ട് ബാധിക്കുന്നു. നിനക്ക് കഴിക്കാതിരുന്നാൽ പോരെ, നിനക്കങ്ങ് കുറയ്ക്കാവല്ലോ, ഇതിനുവേണ്ടി എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്, അഹങ്കാരമാണ് എന്ന് പറയും. ഞാൻ പറയും തീ കത്തുന്നിടത്തു നിന്ന് ഓടി രക്ഷപ്പെടാമോ എന്ന് തന്നെ കാല് ക്രോസ് വെച്ചിരുന്നാലാന്ന് ഞാൻ പറയാറുണ്ട്. മെഡിക്കൽ പാനലിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ആർ പത്മകുമാർ സാറാണ്. സാർ, വെൽക്കം ടു ദ പ്രോഗ്രാം. നമസ്കാരം. സാറിന് ഒരു 30 വർഷം വരുന്ന ഒരു കരിയർ ജേണി എടുത്ത് നോക്കുമ്പോൾ അവിടെയുള്ള ഓരോ അച്ചീവ്മെന്റ്സും വേറെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് സാറോടെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കുന്നു. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ടതെന്ന് ഡോക്ടറിന് ഒരു കൺഫർമേഷൻ എങ്ങനെയായിരുന്നു ചെയ്തത്? ആലപ്പുഴയിൽ MBBS ചെയ്യുമ്പോഴത്തേക്ക് ഒരു സർജൻ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ശരിക്ക് ആ സമയത്തൊക്കെ ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, കാർഡിയോളജി എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഡെസ്റ്റിനി എന്ന് പറയുന്നുണ്ടെന്ന് തോന്നിയ സമയമാണ്. ഞാൻ എപ്പോൾ വന്നിട്ട് മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിൽ ചൂസ് ചെയ്യാൻ നോക്കിയാലും ഞാൻ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആയി പോകുന്ന അവസ്ഥ. 1-2 പ്രാവശ്യമായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ സർജറി തന്നെ ആയിരിക്കുന്നല്ല എന്നുള്ളത്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അത് തന്നെയായിരുന്നു ശരിയെന്നും അതായിരുന്നു വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ മെഡിസിനേക്കാൾ കൂടുതൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ആൾക്കാർക്ക് നല്ലത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് സർജിക്കൽ ഫീൽഡാണെന്ന് തന്നെ തോന്നുന്നു. കാരണം മെഡിസിനിലുള്ളപ്പം മരുന്നുകൾ അല്ലെങ്കിൽ ആ ഡയഗ്നോസിസിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. സർജറിയിലാകുമ്പോൾ ആ സ്കില്ലിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് കുറച്ചുകൂടെ പറ്റുന്നതാണെന്ന് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പരിചയം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം പ്രയോജനപ്പെടുത്താനും മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പം അർച്ചന പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്നത് പോലെ, ഞങ്ങളുടെ സർജറി സെഗ്മെൻറ്റിൽ അറിയപ്പെടുന്ന പോലെ കുറേ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് വളരെ പ്രയോജനം ചെയ്യാനായിട്ട്, വേറിട്ടൊരു അനുഭവം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു 30 വർഷം എന്ന് പറയുന്നത് കീഹോൾ സർജറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ പുതിയതായിട്ട് ഫ്രീക്വൻ്റ്ലി ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു ഡോക്ടറിന്? എനിക്ക് വളരെ ഭാഗ്യമുണ്ടായെന്ന് പറയുന്നത് 92-ലാണ് 1992 ലാപ്രോസ്കോപ്പി ഇന്ത്യയിലേക്കൊക്കെ എത്തി ആദ്യത്തെ പ്രൊസീജിയർ. ഞാൻ 93 അവസാനത്തേക്ക് ഡൽഹിയിൽ പോകാൻ പറ്റിയത് കൊണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ പറ്റിയത് കൊണ്ട് അവിടെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇത്തരം ഓപ്പറേഷൻസ് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ആദ്യം തൊട്ട് ഈ ലാപ്രോസ്കോപ്പി സർജറികളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള എനിക്ക് അവസരം കിട്ടി. ഇപ്പോൾ മറ്റ് കേരളത്തിലൊക്കെ വളരെ 10 വർഷത്തോടെ കഴിഞ്ഞിട്ടാണ് ലാപ്രോസ്കോപ്പി കാര്യമായിട്ടൊക്കെ തന്നെ മെഡിക്കൽ കോളേജിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ രീതിയിൽ വന്നതുകൊണ്ട് മിക്ക പ്രൊസീജിയേഴ്സും ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്രിനലെക്ടമി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറൊക്കെ അവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്തപ്പം അതിനും അസിസ്റ്റ് ചെയ്ത്. അപ്പോൾ അന്നൊക്കെ വലിയൊരു ഇതാണ്, സർജന്മാർക്ക് ഇത് വലിയൊരു കാര്യമായിട്ടുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് ആ ഒരു പഠന സമയത്ത് തന്നെ ലാപ്രോസ്കോപ്പി എക്സ്പീരിയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ പറ്റിയതിൽ വളരെയധികം പിന്നീടുള്ള യാത്രയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 97-ൽ ഞാൻ കേരളത്തിൽ വന്നിട്ട് ലാപ്രോസ്കോപ്പി സർജറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ 1-2 പേര് മാത്രമേ ലാപ്രോസ്കോപ്പിക് സർജറി, ജനറൽ സർജറിയിലുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൽപ്പറ്റയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് പോയിട്ട് അപ്പൻഡിസെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ ലാപ്രോസ്കോപ്പി ചെയ്യാം എന്ന് അവതരിപ്പിച്ച വലിയ ക്ലാപ്പ് കിട്ടിയൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പം ഈ അപ്പൻഡിസെക്ടമി വളരെ ബേസ് പ്രൊസീജിയറാണ്. എത്രയോ 100 കണക്കിന് പ്രൊസീജിയേഴ്സ് ലാപ്രോസ്കോപ്പി. പക്ഷേ ആ ഒരു ഓൾമോസ്റ്റ് 30 വർഷം മുമ്പ് അത് വലിയൊരു കാര്യമായിരുന്നു ലാപ്രോസ്കോപ്പി ചെയ്യാന്ന്. പിന്നീട് അങ്ങോട്ട് തന്നെ പല പല പ്രൊസീജിയേഴ്സ് നമ്മൾ ഇന്നോവേറ്റീവായിട്ട് ഇതിനൊക്കെ എന്തുകൊണ്ട് ചെയ്തുവിടാ എന്നുള്ള ഇതിലേക്ക് വന്നു.
പിന്നീട് വളരെ ഒരു മേജർ ചേഞ്ച് വന്നത് ബാരിയാട്രിക് സർജറി, ഒബീസിറ്റി സർജറിക്ക് ഈ ലാപ്രോസ്കോപ്പിയിലൂടെ അതിലൂടെ മാത്രമേ ചെയ്യാവൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ണമുള്ളവർക്ക് മറ്റു രീതിയിൽ ചെയ്യുന്നത് പറ്റില്ല. സർജനെ കൊണ്ട് സാധ്യമാകാത്ത തരത്തിലേക്ക് അവർക്ക് നമ്മൾ മുറിവൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ കൈ എത്തൂല. അവർക്കുള്ള കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടും എല്ലാം വളരെയധികം ഉണ്ട്. അപ്പം ലാപ്രോസ്കോപ്പി കൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു പ്രൊസീജിയറായിട്ട് ഈ ഒബീസിറ്റി സർജറി വന്നു. പിന്നെ ഞങ്ങൾ വളരെയധികം ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ഈ കീ ഹോൾ കൊണ്ട് കഴുത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുക. കഴുത്തിന് മുഴകൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പറേഷൻ കഴുത്ത് കുറുകെ മുറിച്ചിട്ടാണ്. അതെല്ലാവരുടെയും കാണുക. എസ്പെഷ്യലി ലേഡീസിൻ്റെ കഴുത്ത് മറഞ്ഞിരിക്കുന്ന ഒന്നല്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ കൊളർ കൊണ്ടെങ്കിലും മറയ്ക്കും. പക്ഷെ അപ്പോൾ അത്തരക്കാർക്ക് കഴുത്തിന് വലിയ മുറിപ്പാടില്ലാതെ ചെയ്യാവുന്ന ശസ്ത്രക്രിയ എന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് എന്നെ കോൺഫറൻസിനെല്ലാം വിളിക്കുന്നത് ഈ ഒരു ശസ്ത്രക്രിയ ചെയ്ത് സർജന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അവർ പറയും 14 വന്നില്ലെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വേറെ ആൾ ചെയ്യാത്തത് കൊണ്ടെന്ന് പറയും. ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണെങ്കിൽ എല്ലാ വർഷവും കോൺഫറൻസിന് ഞാൻ തന്നെയാണ് ഈ ഒരു പ്രൊസീജിയർ കാണിക്കുന്നത്, കേരളത്തിലെ മറ്റ് മീറ്റിങ്ങുകൾക്കെല്ലാം. അപ്പോൾ ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലായി. ഇപ്പോഴും ആ ഒരു പേരിലാണ് എല്ലാവരും പത്മകുമാർ എന്നുള്ള പേരിനേക്കാളും എൻഡോസ്കോപ്പിക് സർജറി ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്രീസിയേഷൻ വരുന്നത്. അപ്പോൾ ഈവൻ ദുബായിൽ ഞാൻ ഇടയ്ക്ക് കൊറോണ വരുന്നിടം വരെ അവിടെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. മാസത്തിൽ ഒരു ആഴ്ച അവിടെ പ്രാക്ടീസ് ചെയ്യുക. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിലും എല്ലായിടത്തും തന്നെ അറിയുന്നത് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അവരവിടെ മാജിക് ഡോക്ടർ എന്ന് പറയുക, കഴുത്തിൽ മുറിവില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അപ്പോൾ എൻഡോക്രൈൻ സർജറി എന്ന്. അപ്പോൾ അത്തരത്തിലേക്ക് പല പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേൾഡ് ഓവർ ഈ കഴുത്തിൻ്റെ എൻഡോസ്കോപ്പിക് സർജറി, ചെസ്റ്റിൽ തൊറക്കോസ്കോപ്പി, ബാരിയാട്രിക് സർജറി ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നുള്ളത് വളരെ സന്തോഷമുള്ള വെച്ചാൽ ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം ചെയ്യുമ്പോൾ ഞങ്ങൾ ട്രൂ മിനിമലി ഇൻവേസീവ് സർജറി ഏത് പ്രൊസീജിയറിനും അപ്പോൾ ഗൈനക് സർജറി ഉൾപ്പെടെ എല്ലാത്തിനും ഈ കീ ഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിഷനായിട്ട് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെർവൻറ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. വളരെയധികം സർജന്മാർ 500ഓളം സർജന്മാർക്ക് വളരെ കാര്യമായിട്ട് തന്നെ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഡോക്ടർ, കേരളത്തിൽ നോർമലി കീ ഹോൾ സർജറീസ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഏത് രോഗാവസ്ഥയ്ക്കാണ്? നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി കൂടുതലായിട്ടും വന്നത് ഗൈനക്കോളജിക്കൽ ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. അത് വളരെയധികം ഡെവലപ്പ് ചെയ്തിരുന്നിട്ടാണ് പിന്നീടാണ് ഈ ജനറൽ സർജറിയിലോട്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ സർജറിയിലോട്ടൊക്കെ വന്നത്. അപ്പോൾ അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഗൈനക്കിലുള്ളത്, യൂട്രസും ഓവറിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു സർജറി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ്. വയറിലൊക്കെ ഉള്ള കാര്യം വെച്ചാൽ ഇൻഡസ്ട്രീൻ്റെ ഒക്കെ കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളതിനകത്ത് പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ഞങ്ങൾക്ക് ചെസ്റ്റിൻ്റെ ഓപ്പറേഷൻ ആയിക്കോട്ടെ, കഴുത്തിൻ്റെ ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഹെർണിയ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, മുറിവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഇത് പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം വളരെയധികം എളുപ്പമാണ്. അത് നമ്മൾ സൈക്കിൾ ഓടിക്കുന്നതും കാർ ഓടിക്കുന്ന അല്ലെങ്കിൽ ഫ്ലൈറ്റ് പറയുന്നത് ഇതൊക്കെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നത്തില്ല, നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. എങ്ങനെ ചെയ്യുന്നു എന്ന് ആരും ആലോചിക്കാറില്ല. ഇത് ഓടിപ്പോയിക്കോളും, മനസ്സിലായില്ലേ? നമ്മുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനകത്താണ് കാര്യം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പ്രൊസീജിയറിന് നമ്മൾ മുറിവുണ്ടാക്കുന്നതിനേക്കാളും ഞങ്ങൾക്കിപ്പം സമയം കുറച്ച് മതി, വളരെയധികം പേഷ്യൻസിന് കംഫർട്ടായി, സർജനും കംഫർട്ടായി എന്ന് പറയാം. നമുക്കിതൊക്കെ മുറിവുണ്ടാക്കി മുറിവെല്ലാം തിരിച്ച് തയ്ക്കുക, ഇതിൻ്റെ എല്ലാം ഡ്രസ്സിങ് ചെയ്തിരിക്കുന്നതൊന്നും വേണ്ട. ഒരു ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് പേഷ്യൻസിന് തിരിച്ചു പോകാം. അവരും ആക്റ്റീവാണ്, മറ്റ് കോംപ്ലിക്കേഷൻസ് വരുന്നില്ല, കിടക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മളെങ്ങനെയും ഈ ലാപ്രോസ്കോപ്പിക് സർജറിയുള്ള ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ് ഞാൻ ഇപ്പോൾ പറയും സിസേറിയൻ ഒഴിച്ച് ബാക്കി എല്ലാ ലാപ്രോസ്കോപ്പിക്കൂടെ ചെയ്യാം എന്ന തരത്തിലാണ്. നമ്മൾ സർജൻ്റെ സ്കിൽ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എക്യുപ്മെൻസിൻ്റെ വളരെയധികം മോഡേണൈസേഷൻ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പണ്ട് ചെയ്ത പോലത്തെ ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഈ ബ്ലഡ് ലോസ് വരാതിരിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അൾട്രാസോണിക് ഷിയേഴ്സ് പറഞ്ഞിട്ട്, സോണിസേഷൻ പറഞ്ഞിട്ടുള്ള അതുള്ളതുകൊണ്ട് നമുക്ക് മുറിവുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളില്ല. രക്തസ്രാവം വരത്തില്ല. രക്തസ്രാവം വരാതെ ടിഷ്യൂസിനെ മുറിക്കാൻ പറ്റും, കേടൊന്നും ടിഷ്യൂവിന് വരാതെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഞങ്ങൾ നാച്ചുറൽ ഇത് നമ്മുടെ ഭയങ്കരമായിട്ടും വലുതായിട്ടുള്ള കാണുമ്പോഴത്തേനല്ല നമ്മുടെ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഹൈ ഡെഫിനിഷൻ ക്യാമറ സിസ്റ്റത്തിലേക്ക് 3D 4K ഒക്കെ വരുന്ന തരത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നാഷണൽ ജോഗ്രഫി കാണുന്നതിനകത്ത് ആ ക്ലാരിറ്റി അവരുടെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാം. പക്ഷെ അവരെല്ലാം ഹൈ എൻഡ് ക്യാമറാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും 3D സിസ്റ്റം വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഡെഫിനിഷൻ ക്യാമറ തന്നെ ധാരാളം മതിയാവും. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റോബോട്ടിക്കിൻ്റെ സഹായം വന്നിട്ടുണ്ട്. അത്യാവശ്യം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലും ചെയ്യാം. അപ്പോൾ ഈ മിനിമൽ ഇൻവേസീവ് സർജറി സെഗ്മെൻറ്റിലുള്ള
ഫിസിക്സിൻ്റെ ഡെവലപ്മെൻറ്റുള്ള പ്രയോജനങ്ങളും കൂടെ നമുക്ക് വളരെയധികം ഇത്തരം പ്രൊസീജിയേഴ്സ് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് പ്രിസിഷനോട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ കീ ഹോൾ സർജറീസ് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവുന്നില്ല എന്നുള്ളത് പേഷ്യൻസിനെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കുന്നുണ്ടോ? അതെ, നമുക്ക് ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് പണ്ട് കാലം തൊട്ടേയുള്ള ഭയം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവുമോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് സമയത്ത് വേദന ഉണ്ടാവും എന്നുള്ള ഭയം തന്നെയാണ് ഈ ഓപ്പറേഷൻ. ഇപ്പോൾ കഴുത്തിൽ മുഴ വന്നു കഴിഞ്ഞാൽ മാറ്റണം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും കഴുത്തിൽ വലിയൊരു പാട് വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദന വരുമോ എന്നുള്ള ഭയം. വയറിൻ്റെ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുമ്പോഴെല്ലാം ഈ ഒരു മുറിവിൻ്റെ അനക്കം വന്നിട്ട് ബുദ്ധിമുട്ട് വരും. ഞങ്ങളൊക്കെ MBBS പഠിക്കുന്ന സമയത്ത് അറിയാം, പേഷ്യൻറ്റിന് എത്ര വലിയ മുറിവുണ്ടായി കിടക്കുന്നു കുടലിൻ്റെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട്, ഹെർണിയ ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, ഒരാഴ്ച തന്നെ ഒരു ദിവസം കഴിയുമ്പോൾ പേഷ്യൻറ്റിന് പോകാൻ പറ്റും, അത്രയ്ക്കും വ്യത്യാസമായി. പിന്നെ സർജന്മാരാന്നിട്ട് പറയും നീ ചുമയ്ക്കരുത് അനങ്ങരുതെന്നൊക്കെ പേഷ്യൻ്റ് എടുത്ത് പറഞ്ഞ് വരട്ടും. ആരെങ്കിലും ചുമക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവരെ ഫിസിക്കലി അടിക്കുന്നവരുണ്ട്. ചുമയ്ക്കരുത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അടിക്കും. എന്ന് വെച്ചാൽ ചുമച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് പെട്ടി പോവോ എന്നുള്ളതാണ്. എസ്പെഷ്യലി അണുബാധയൊക്കെ ഉള്ള സമയത്തൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് നമ്മൾ പറയുന്നത് ഓടി നടക്കും, അല്ലെന്നുണ്ടെങ്കിൽ കാലിലൊക്കെ ബ്ലഡ് ക്ലോട്ട് വന്നാലും നമ്മൾ ഓടിച്ചു വിടുന്നതാണ്. ഒരു ദിവസത്തിൽ കൂടുതൽ കിടക്കാമെന്ന് വളരെ നിർബന്ധം പറഞ്ഞു വരുന്ന പേഷ്യൻസ് പോലും ഒരു ദിവസം കഴിഞ്ഞ് ഡോക്ടറെ ബോറടിക്കുന്നു വീട്ടിൽ പോകട്ടെ എന്ന് ചോദിക്കും. അത്രയ്ക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ വേദന ഇല്ലാത്ത തന്നെയാണ് കാരണം, ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? അല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളെല്ലാം ഈ സിസ്റ്റവും കൂടെ ബേസ്ഡ് ആയതുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണ ശ്രദ്ധ വേണം. അതിപ്പോൾ ഓപ്പൺ ഓപ്പറേഷൻ ആയാലും ഞാൻ പറയും ഇതുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സർജനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഒത്തിരി ഒരു സ്കില്ലോ അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു മാജിക് സാധനമൊന്നുമല്ല. ഞാൻ പറയും എൻ്റെ ശ്രദ്ധ കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുന്നത് പറയാം. അപ്പോൾ ശ്രദ്ധ വളരെയധികം ആവശ്യമാണ്. ഇത് ഓരോ മിനിറ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ടെറൈനിൽ വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് പറയാം, നമ്മുടെ ഒരു മിനിറ്റത്തെ അശ്രദ്ധ വലിയൊരു കുഴപ്പങ്ങളുണ്ടാക്കാം. പാക്ക് ചെയ്യുന്നിടം വരെയും അത് ആവശ്യമാണ്, അല്ലാതെ നമുക്ക് ലാസ്റ്റ് ആയിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുറിവ് ചെറുതായിട്ടുണ്ടാക്കി 1 സെൻറ്റിമീറ്റർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ 1 സെൻറ്റിമീറ്റർ മുറിവ് എല്ലാം കഴിഞ്ഞ് ആ ഇൻസ്ട്രുമെൻറ്റ്സ് മാറ്റി സ്റ്റിച്ചിട്ട് ഇത് അതിൻ്റെ വാട്ടർ പ്രൂഫ് ഡ്രസ്സിങ് ഒട്ടിക്കാന്ന് പറയും. ഞങ്ങൾ പറയും, ഞങ്ങൾ പുറത്ത് സ്റ്റിച്ചസ് ഒന്നും ഇടാറില്ല, വളരെ കാണാത്തതേ ഉള്ളൂ. അപ്പോൾ പേഷ്യൻ്റ് വന്നിട്ട് തയ്യലുണ്ടോ എന്ന് ചോദിക്കും, തയ്യലില്ല എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് വരയ്ക്കും നമ്മൾ അറ്റ്മോസ്റ്റ് കെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം കുറച്ച് മതി, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ സമയം കിട്ടും നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള ഈ പ്രയാസങ്ങളെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് പാട്. ഞാൻ പറയും 10-15 മിനിറ്റ് പിന്നെ വാചകം അടിച്ചുകൊണ്ടിരുന്നാലും ഈ മുറിവ് ശരിയാവാത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ അകത്തുള്ള പ്രശ്നത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യം പേഷ്യൻ്റ് വന്ന് കാണണം, അതൊന്നും ഇല്ലായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ സമയത്ത് ഏറ്റവും കോൺസെൻട്രേഷനോടുകൂടി ചെയ്യുക. ടീം മെമ്പേഴ്സിനെ അതിനാക്കും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ പിള്ളേർ പറയും സാറിൻ്റെ കണ്ണെന്ന് പറയും, സിജ എനിക്ക് അനസ്തീഷ്യ സൈഡിലുള്ളവരുടെ മൂവ്മെൻ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ ശ്രദ്ധയിൽ വരും. പക്ഷേ ഞാൻ സർജറി കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ പറയും എൻ്റെ ഫീൽഡ് ഓഫ് വിഷനിൽ വരുന്ന ഒരാൾ അനങ്ങിയാൽ അല്ലെങ്കിൽ തിരിഞ്ഞാൽ അവരുടെ ശ്രദ്ധ മാറി ഞാൻ പെട്ടെന്ന് അറിയാം. അത് അറിയുന്നതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിട്ടിരിക്കും. ഏത് ചെറിയ സൗണ്ട് ആണെങ്കിലും ഇൻസ്ട്രുമെൻസിൽ വരുന്ന സൗണ്ട്സ് എന്ത് സാധനമാണ് ഫസ്റ്റ് ഞാൻ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയും അബ്സല്യൂട്ടായിട്ട് എനിക്ക് ആ ഒരു പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ശ്രദ്ധ. ഞാൻ പറയും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആ ശ്രദ്ധയുള്ള ആൾക്കാരായിരിക്കുമല്ലോ പെട്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ട്, അല്ലെങ്കിൽ പക്ഷേ നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ വേറെ പേഷ്യൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. പക്ഷേ ദർ ആർ അറ്റ് പോയിന്റ്സ് നമ്മൾ അബ്സല്യൂട്ട് കെയർ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ ഉണ്ട്, എനിക്ക് ബ്ലെസ്ഡ് ആണ്. എൻ്റെ ടീം മെമ്പേഴ്സും എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിപ്പോൾ ഞാൻ പേഷ്യൻസിന് തന്നെ പറയും 500-1000 പ്രൊസീജിയേഴ്സ് എൻ്റെ കൂടെ ചെയ്ത ആൾക്കാർ തന്നെ എപ്പോഴും ഉള്ളത്. അപ്പം ആ ഒരു നഴ്സസ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള അവരെല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു പ്രൊസീജിയർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് തന്നെ ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അവർ പറയും ഡോക്ടർ ഇങ്ങനെയല്ല ചെയ്തേ, സാർ ഇങ്ങനെ ചെയ്താൽ പറ്റില്ല, അന്ന് ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്നുള്ളത്. എനിക്കൊരു ചെറിയൊരു 1% എൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു ഡീവിയേഷനോ ഉഴപ്പോ ഒന്നും വരാൻ പറ്റാത്ത പോലെ അവരെന്നെ ഗൈഡ് ചെയ്യുന്ന വിധത്തിലേക്ക് ടീമും ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അനസ്തീഷ്യ കൊടുത്തതിന് ശേഷമാണോ സർജറി ചെയ്യുന്നത്? അതെ, ഇത്തരം ലാപ്രോസ്കോപ്പി ഓപ്പറേഷന് ജനറൽ അനസ്തീഷ്യ ആവശ്യമാണ്. അപ്പം ആ ഒരു ടീമിൻ്റെയും ഒരു ഹെൽപ്പ് വളരെയധികം ഉണ്ട്. അവരും പെർഫെക്റ്റ് ആയിട്ട് അനസ്തീഷ്യ കൊടുത്തിട്ട് പേഷ്യനെ റിലാക്സ് ചെയ്യാന്ന് പറയും. വയറായാലും എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് മൂവ്മെൻറ്റ്സ് വരാതെ ടൈറ്റ്നെസ് വരാതെ കീപ്പ് ചെയ്യുക, വൈറ്റൽസ് എല്ലാം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക, അവരുടെ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കുക. അബ്സല്യൂട്ട്ലി ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ചെറിയ ബ്ലീഡിങ് വന്നാൽ ലാപ്രോസ്കോപ്പി കാണുന്നതിനകത്ത് അല്ലെങ്കിൽ ആ ക്ലാരിറ്റിയോട് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പറയും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സേവ് ചെയ്യും, പേഷ്യൻ്റ് ഔട്ട്കംസും വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫെസിലിറ്റി വെച്ചേക്കണം. പലയിടത്തും കോംപ്രമൈസ് ചെയ്യാൻ ആൾക്കാർ നോക്കും. ഈ മോണിറ്ററിങ് സംവിധാനത്തിലുള്ള കുറവ് വരുത്തുക, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽസ് ഒക്കെ എപ്പോഴും മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ
അബ്സല്യൂട്ട് സേഫ്റ്റിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് നല്ല എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നല്ല ട്രെയിനിങ് എടുത്തിട്ട് ചെയ്യണം എന്ന് പറയുന്നത് അറ്റ് ഇസ് എ റൈറ്റ് ഓഫ് ദ പേഷ്യൻ ടു ഗെറ്റ് ദ ബെസ്റ്റ്. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാറുണ്ട്, പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ പറയാറുണ്ട്, നെഞ്ചത്തെ വെച്ച് പറയാം, ഞാൻ പറയും ഇതിൽ നന്നായിട്ട് വേറെ സ്ഥലത്ത് ലോകത്തൊരിടത്തും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ വേൾഡിലെ ബെസ്റ്റാണ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ ട്രാവൽ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, വെറുതെ പറയുന്നതല്ല. നമ്മൾ പറയും എല്ലായിടത്തേനേക്കാളും നല്ല എക്യുപ്മെൻറ്റ്, എല്ലായിടത്തേനും നല്ലൊരു ശ്രദ്ധ, ടീം, ഇത് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുമാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും എല്ലാവരും സർജന്മാരടുത്ത് പറയും. നിങ്ങൾ എന്തെല്ലാം മറ്റു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ട്രെയിനിങ്ങിന് വരുന്ന 500 പേര് കൂടുതൽ ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാം പറയും നിങ്ങൾക്ക് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. അത് പേഷ്യൻ്റെ റൈറ്റാണ് ബെസ്റ്റ് കിട്ടുക എന്നുള്ളത്. പലരും കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയും പിന്നീട് കൊണ്ടുവന്ന് നമ്മൾ 10,000 രൂപ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സേഫ്റ്റി ഒന്നും ആവില്ല. ഇപ്പോൾ ഹെർണിയ ചെയ്യുമ്പോൾ നമ്മൾ സമയം എടുത്ത് നല്ലതായിട്ട് ഡിസക്ഷനൊക്കെ ചെയ്ത് നല്ല മെഷൊക്കെ വെച്ച് ചെയ്തില്ല, അതിന് ചെറിയ കോസ്റ്റ് 10,000 ലാഭിച്ചിട്ട് ഒരു പ്രൊസീജിയറുടെ ആവശ്യം വന്നു പോയെന്ന് വെച്ചോ, 10 ഒരാൾക്കായാലും ഒരു പ്രൊസീജിയർ എക്സ്ട്രാ എന്ന് വെച്ചോ, നമ്മൾ ഈ സേവ് ചെയ്തെല്ലാം പോയി. അവർ പിന്നെയും പോയിട്ട് 1,00,000 രൂപ 2,00,000 രൂപ ചിലവാക്കിയിട്ട് ഒരു പ്രൊസീജിയർ ചെയ്യും. എന്തുമാത്രം ട്രബിൾ ആയിരിക്കും. ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്, റീസർജറി അല്ല. റീസർജറി ചെയ്യുമ്പം പിന്നെ ഒരു വിദഗ്ധൻ്റെ അടുത്ത് പോയാൽ തന്നെയും അവർക്കും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം പെർഫെക്റ്റായിട്ട് ചെയ്യുക. നമുക്ക് ടൈം എടുക്കണമെങ്കിൽ ടൈം എടുത്തോട്ടെ, ടൈം കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഒരു കാർഡിയാക് സർജനെ സംബന്ധിച്ച് ഹൃദയത്തെക്കുറിച്ച് മാത്രം എക്സ്ക്ലൂസീവ്ലി ഒരു ഇൻഡെപ്ത് നോളജ് അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി. ഇപ്പം കീഹോൾ സർജൻസിനെ സംബന്ധിച്ചിട്ട് എല്ലാ ഓർഗൻസിലും, കഴുത്തിലും ചെസ്റ്റിലും വയറിലും ഒക്കെ സർജറീസ് ചെയ്യും. അപ്പോൾ ആ ഓർഗൻസിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എപ്പോഴും നമ്മൾ കൂടുതൽ ഇൻഡെപ്ത് പഠിക്കേണ്ടി വരില്ലേ? അതെ, നമ്മൾ ഏത് പോർഷൻ്റെ ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഭാഗത്തിൻ്റെ അനാറ്റമി എന്ന് പറയും, അവിടെ എന്തൊക്കെയാണ് സ്ട്രക്ചേഴ്സ് എന്നുള്ളത് നമ്മൾ 100% അറിഞ്ഞിരിക്കണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അത് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ പറയുമ്പോഴും നമ്മളൊരു വളരെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു 10 പ്രൊസീജിയർ ആയിരിക്കുമല്ലോ. ഈ 10 പ്രൊസീജിയറിൻ്റെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പോവാം. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്സ് ഇട്ടിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ, ഇപ്പോൾ അഡ്രിനലെക്ടമി എന്നൊരു ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് കുറച്ച് കോംപ്ലക്സ് ആണ്. അത് വളരെ റെഗുലറായിട്ട് നമ്മുടെ അടുത്ത് വരുന്നതല്ല. പക്ഷെ അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് നമ്മൾ തന്നെ ഓർപ്പിക്കും എല്ലാവരുടെ അടുത്തും. ടീം മെമ്പേഴ്സ് എല്ലായിടത്തും ഞാൻ പറയും വീഡിയോസ് കണ്ടിട്ട് വരണം, നമ്മുടേതായിക്കോട്ടെ വേറെ ആരായിട്ട് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് വരണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 hour ഞങ്ങളെല്ലാം ഒന്നുകൂടെ അതിനെക്കുറിച്ചൊന്ന് മെമ്മറൈസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ചെല്ലുമ്പോൾ എല്ലാം ഓർമ്മയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആവശ്യമാണ്. നമ്മൾ റെഗുലർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സും ചിലപ്പം ആവശ്യം ഉണ്ടാവത്തില്ല. പക്ഷേ അല്ലാത്തതിന് നമ്മൾ ഒന്നുകൂടെ മെമ്മറൈസ് ചെയ്തിട്ട് തന്നെ പോകണം. ഈ പറഞ്ഞ പോലെ ആ ഭാഗത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. പിന്നെ നമുക്കത് ഒരു ഏരിയയിൽ ഇപ്പോൾ ചെസ്റ്റിൽ ചെയ്യുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ കാർഡിയോതൊറാസിക് സർജറിയിലെ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെസ്റ്റിൽ കീഹോളായിട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞേക്കും. ഇപ്പോൾ കിഡ്നിയുടെ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമാണ് യൂറോളജി ഡോക്ടറും കൂടെ നമ്മൾ പറഞ്ഞു വെച്ചേക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിളിക്കാനായിട്ട്. ഞങ്ങളെപ്പോഴും കൊളീഗ്സിൻ്റെ സപ്പോർട്ട് എടുക്കുന്നതിന് മടി കാണിക്കാത്ത ആൾക്കാരാണ്. അതാണ് നമുക്ക് ആവശ്യം. ഫൈനലി അവരെ വിളിച്ചോ എന്നുള്ളതല്ല, നമ്മുടെ ഈഗോ കൊണ്ടായിരിക്കും നമ്മൾ വിളിക്കാതിരിക്കുന്നത്. പക്ഷേ പേഷ്യൻ്റ് നല്ലതായിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ പരം നമുക്ക് സന്തോഷവും ഇല്ല, നമുക്ക് പേരും ഇല്ലാത്ത കാര്യം. പേരും എന്നത് എപ്പോഴും പ്രൊസീജിയേഴ്സ് കുഴപ്പമില്ലാതെ പേഷ്യൻ്റ് കംഫർട്ടബിൾ ആയിട്ട് പോകുന്നതിനകത്ത് നമ്മൾ പറയും കഴിഞ്ഞ 30 വർഷമായിട്ട് പേഷ്യൻസ് വരുന്നതൊക്കെ ഈ ഒരു 50% to 70% നമ്മുടെ തന്നെ പേഷ്യൻസ് അവരുടെ റിലേറ്റീവ്സിനെ പരിചയക്കാരെ കൊണ്ടുവരുന്നത്. അതെല്ലാം വെച്ചാൽ നമ്മൾ ഔട്ട്കംസ് ഉണ്ടാക്കുന്നതിലാണ്. അതും ഞാൻ എപ്പോഴും ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, അവരുടെ പ്രൊസീജിയർ ചെയ്തപ്പോൾ പബ്ലിസിറ്റി. അതെ, അവരുടെ പ്രൊസീജിയേഴ്സ് എത്ര നല്ല രീതിയിൽ ചെയ്തു, നമുക്ക് തന്നെ അവരെ കാണുമ്പം ഉള്ളൊരു കോൺഫിഡൻസ് മുഖത്ത് വരും. ഇത് ഞാൻ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരെ കാണുമ്പോൾ എനിക്കറിയാം, ഞാൻ പറയും ഒന്നും പ്രോബ്ലം വരത്തില്ല എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഡിഫിക്കൽട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഇന്നൊരു കാര്യം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും നമ്മുടെ ഹ്യൂമൻ എറർ കൊണ്ട് വന്നതല്ല, ഒരു കോംപ്ലക്സിറ്റി ഓഫ് ദ സിറ്റുവേഷൻ, ആ അസുഖത്തിൻ്റെ പ്രയാസം കൊണ്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ എല്ലാത്തിലും ബെസ്റ്റായിട്ട് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻലി പോസിബിൾ ഞാൻ പറയും 200% ചെയ്തിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ അത് സന്തോഷമായിട്ട് തന്നെ അവരെടുക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിലും പലപ്പോഴും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആയിരിക്കും പിന്നെയും നമ്മളോടുകൂടി വളരെ ചേർന്ന്. അവർക്കറിയാം വളരെ ഡിഫിക്കൽട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് പോസ്റ്റ് ഇട്ടിരുന്നു, നമ്മൾ ചിലപ്പോൾ വിട്ടുപോകായിരിക്കും, അവർക്ക് ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് IV ക്യാനില ഇട്ടിട്ട് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ മറന്നു പോകുന്ന വെച്ചാൽ എനിക്കതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലായിരിക്കും. പക്ഷേ എന്നാലും പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ സ്റ്റാഫിന് ചെയ്യാൻ പറ്റാതെ ഞാൻ തന്നെ ഓടിപ്പോയി ബെഡ് സൈഡിൽ ഇരുന്നിട്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടു. ആഫ്റ്റർ 8 years അവർ പിന്നെ ഇടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നി. അത് ഇറ്റ് മാറ്റേഡ് ലോട്ട് ഫോർ ദം.
നമുക്ക് ഒരു ചെറിയ പ്രൊസീജിയർ ആയിരിക്കും, പക്ഷെ അത് ലൈഫ് സേവിങ് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷെ ഈവൻ അതുപോലെ ആൾക്കാർ ഓർത്തിരിക്കുമ്പോൾ നമ്മളത് എത്രയും ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒബേസിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം കൊണ്ട് നമ്മൾ സർജറീസ് ചെയ്യുന്നുണ്ട്. ഈ അമിതവണ്ണം കൊണ്ട് ഒരു സർജറിയിലേക്ക് എത്താൻ മാത്രം അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എപ്പോഴാണ്? ഒബീസിറ്റി പെർസെ എന്ന് പറയും. നമ്മൾ ഒബീസിറ്റി വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു മെഷർ എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ്. എന്റെ വെയിറ്റ് അച്ഛനിക്ക് പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പം എനിക്ക് 187 ഹൈറ്റ് ഉള്ള ഒരാളാകുമ്പോഴത്തേക്ക് മേ ബി 85-87 എൻ്റെ ഒരു അപ്പർ ലിമിറ്റ് ഓഫ് നോർമലായിട്ട് 87 എടുക്കാം. അപ്പം ഞാനത് ക്രോസ് ചെയ്ത് പോയിട്ട് ഈ ബോഡി മാസ് ഇൻഡെക്സ് 30 ആകുമ്പോഴാണ് ബുദ്ധിമുട്ടെന്ന് തന്നെ. അപ്പം 25 താഴെ നിൽക്കേണ്ടതിന് പകരം 30 ക്രോസ് ചെയ്യുമ്പോഴത്തേനും 30 വരാനെ അമിതവണ്ണം എന്ന് പറയുന്നിട്ടാണെങ്കിൽ 30 ബോഡി മാസ് ഇൻഡെക്സ് ക്രോസ് ചെയ്യുമ്പോഴാണ് അതിനെ പൊണ്ണത്തടി എന്ന് പറയുന്നത്. പൊണ്ണത്തടി ഒരു രോഗമാണ്, മറ്റേത് രോഗത്തിലേക്ക് നയിക്കുന്നു എന്നേ ഉള്ളെന്ന് പറയാം അമിതവണ്ണം. അപ്പം പൊണ്ണത്തടിയുള്ള ആൾക്കാരുടെ ക്ലാസ് 1 എന്ന് പറയും ഈ 30 തൊട്ട് 35 വരെയൊക്കെ ഉള്ള. അപ്പം നമുക്ക് മെഡിക്കേഷൻസും മറ്റു കാര്യങ്ങളും ചെയ്യാം, അല്ല അമിതവണ്ണം ഉള്ളവർക്ക് മെഡിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നീട് അതിന് ബിയോണ്ടായിട്ട് വരുമ്പോഴാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് വരുന്നത്. അത് തന്നെ പല തരത്തിലുണ്ട്. അവരുടെ ആ വണ്ണത്തിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ബലൂൺ ചികിത്സ പറ്റും, ചിലർക്ക് ഗ്യാസ്ട്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ലാപ്രോസ്കോപ്പി സർജറി പറ്റും. പക്ഷെ 35 മുകളിലോട്ട് ബോഡി മാസ് ഇൻഡെക്സ് വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 30-35 കിലോ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പം എനിക്ക് 180 ഞാൻ പറഞ്ഞല്ലോ, 180 അല്ലെങ്കിൽ 190 പൊക്കമുള്ള ആൾക്ക് -100. അപ്പം 190 പൊക്കമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ -100 90 പറ്റൂ. 90 കഴിഞ്ഞിട്ട് ഒരു 30 കിലോയുടെ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ 120 പോവുകയാണെങ്കിൽ നമുക്ക് കീ ഹോൾ സർജറി തന്നെ ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ഞങ്ങൾ പറയുന്ന ബാരിയാട്രിക് സർജറി, വെയിറ്റ് ലോസ് സർജറി, അല്ലെങ്കിൽ മെറ്റബോളിക് സർജറി എന്ന് പറയുന്നത്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വന്നിട്ടുള്ള അസുഖങ്ങളൂടെ മാറുന്ന ഓപ്പറേഷൻ. പിന്നെ ഇത്രയൊന്നും വെയിറ്റ് വന്നില്ലെങ്കിൽ പോലും വണ്ണക്കൂടുതലിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രമേഹം, കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ, ഈ ഉറക്കത്തിൽ നമ്മുടെ ശ്വാസം നിന്ന് പോകുന്ന സ്ലീപ്പ് അപ്നിയ, ലേഡീസിനാണെന്നുണ്ടെങ്കിൽ PCOD എന്ന് പറഞ്ഞിട്ട് ഓവറിയിലെ സിസ്റ്റ് വരുന്ന അവസ്ഥ, ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വണ്ണത്തടി ഇല്ലെങ്കിൽ പോലും ഈ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് പറയും. അതിനുള്ള എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയുവാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങളെല്ലാം മാറിപ്പോവും. അപ്പം നമുക്ക് ക്യാൻസറിനെ വരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ക്യാൻസറിനെ വരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഓങ്കോളജിയുടെ മീറ്റിംഗ് പ്രാവശ്യം ഞാൻ പങ്കെടുത്തപ്പം പറഞ്ഞത് ബെസ്റ്റ് പ്രിവെന്റീവ് ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്ന ബാരിയാട്രിക് സർജൻസ് ആണെന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒബീസിറ്റി സർജറി ചെയ്യുന്ന ആൾക്കാർ. കാരണം ഡ്രാസ്റ്റിക് ആയിട്ട് നമുക്ക് ഓരോ മാസവും 10 കിലോ 5 കിലോ അങ്ങനെ വെച്ച് കുറഞ്ഞ് ഒരു വർഷം കൊണ്ട് നമ്മുടെ 50 കിലോ ഒക്കെ ആയിരിക്കും ഭാരം കുറയുന്നത്. 50 കിലോ ഭാരം കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഒരു 70% നമുക്ക് വരാനുള്ള സാധ്യത കുറയുന്നു, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയുന്നു. അപ്പം മേജറായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങളൊക്കെ ഒറ്റമൂലി പോലെയാണ് കേട്ടോ. ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം പ്രമേഹവും കൊളസ്ട്രോളിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ, പ്രഷറിന് മരുന്ന് പിന്നെയും കുറച്ചുകൂടെ ഒക്കെ തുടരാം, പക്ഷെ എന്നാലും പ്രമേഹത്തിൻ്റെയൊക്കെ മരുന്ന് അന്ന് തന്നെ നിർത്താൻ പറ്റും എന്നുള്ളതുണ്ട്. ഈ സ്ലീപ്പ് എപ്നിയയ്ക്ക് മെഷീൻ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മെഷീൻ വേണ്ടാതെ വെക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടാവുന്നുണ്ട്. ഈ ചെറിയ കുട്ടികളിലൊക്കെ അമിതവണ്ണം ഉണ്ടാവുന്ന സമയത്ത് പാരന്റ്സ് അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഈ അമിതവണ്ണമുള്ള കുട്ടികളെ കണ്ട് അല്ലെ പൊണ്ണത്തടിയുള്ള കുട്ടികളെ കണ്ടെന്ന് ഞാൻ പേരൻസിന് വഴക്ക് പറയില്ല. ഞാൻ പറയും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയാം, അല്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ പറയുന്നത് മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 സിഗരറ്റ് വലിക്കുന്നതും ഒരു 3 പൈൻറ്റ് മദ്യം കഴിക്കുന്നതും വണ്ണത്തിന് കൂടുന്ന തരത്തിലേക്ക് ആഹാരം കഴിക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെയാണ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ കുട്ടി വന്നിരുന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമായിരുന്നു? വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ്? അതുപോലെ ആൽക്കോഹോൾ എടുക്കുന്ന കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടിക്കൂലേ, നിർത്തിപ്പിക്കുമല്ലോ എന്തായാലും. അതുപോലെ തന്നെ ഇതിന് എഫക്റ്റ് ഉണ്ട്. ഫൈനലി ദോഷം ഒന്ന് തന്നെയാണ് വരുന്നത്. പൊണ്ണത്തടി കൂടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടി, കുട്ടിക്ക് പ്രയാസമായി. 15-20 വയസ്സാകുമ്പോഴത്തേന് തന്നെ പ്രമേഹം വന്നു, ഡയബറ്റീസും വന്നു, കൊളസ്ട്രോളും കൂടി. ഇവനൊരു 30 വയസ്സാകുമ്പോഴത്തേന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളത് നിയന്ത്രിക്കണമല്ലോ. നമ്മുടെ കുട്ടിയോട് നമുക്ക് സ്നേഹമാണല്ലോ ഉള്ളത്, അല്ലാതെ അവൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതല്ല സ്നേഹം. അതൊരു സ്യൂഡോ സ്നേഹമായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരിക്കും പലപ്പോഴും ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾ. അപ്പോൾ ഇവരൊന്നും വഴക്ക് പറയില്ല, കൊച്ചിനെന്ത് തോന്നുന്നു വെച്ചിട്ട്. നമുക്ക് തന്നെ അറിയാം, റിലേറ്റീവ്സ് വരുമ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും വീട്ടിലോട്ട് വന്നു ഇതിൻ്റെ കാര്യം പറയാം. പക്ഷെ എന്തെന്നാ അവരോട് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. പലപ്പോഴും ആൾക്കാർ പറയത്തില്ലേ ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയും. ഞാൻ പറയും ബോഡി ഷെയ്മിങ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഒരു മൈനോറിറ്റി നമ്മളെ വെറുത്തിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ 90% ആൾക്കാർ ഞാൻ പറയുന്നത് അവർക്ക് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിനക്ക് വണ്ണം കൂടുതലാണ് കുറയ്ക്കാൻ പറയുന്നത് നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്.
പലപ്പോഴും ഈ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം പേഷ്യൻ്റ് വന്നിട്ട് പറയും, സാറേ ഇപ്പം എല്ലാവരും ചോദിക്കുന്നു ക്ഷീണിച്ച് പോയോ എന്ന്. ഈ പൊണ്ണത്തടിയായിരുന്നു, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉണ്ടായിരുന്ന സമയത്ത് ശ്വാസം മുട്ടലിന് മെഷീനും വെച്ച് CPAPന് വന്നിട്ട് സ്ലീപ്പ് അപ്നേക്ക് CPAP മെഷീനും വെച്ചിരുന്നപ്പോൾ ഒന്നും ഒരുത്തരും ചോദിച്ചില്ല. ഇപ്പം ഞാനൊന്ന് കുറഞ്ഞ് അസുഖം എല്ലാം പോയപ്പോഴാണ് ഇവർ ചോദിക്കുക അസുഖം വല്ലതും ഉണ്ടോ, എന്ത് പറ്റി, ക്യാൻസർ വന്നോ, അതോ ഷുഗർ പിടിച്ചോ, ഇത്രയും അങ്ങ് വെയിറ്റ് കുറഞ്ഞെന്ന് പറയും. അതേപോലെ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു 10-20 വർഷത്തിൽ ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്രീ മാനായിട്ട് മാറിയേക്കുന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇത് മാറുന്നതിനനുസരിച്ചിട്ട് പറയേണ്ടിയ സമയത്ത് പറഞ്ഞതും ഇല്ല. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്ന ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. ഒന്നും നന്നായപ്പോൾ പറയുക, മനസ്സിലായില്ലേ, വെയിറ്റ് കുറഞ്ഞിരിക്കുന്നതിനെ നല്ലതായിട്ട് കാണാതെ പറയുക. അപ്പം പൊണ്ണത്തടിയുള്ള ആൾക്കാരെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് കുട്ടികളായിക്കോട്ടെ അഡൽട്ട്സ് ആയിക്കോട്ടെ. നമ്മൾ കണ്ടോണ്ടിരിക്കില്ല, കഴിഞ്ഞ ദിവസം തന്നെ 194 കിലോ ഭാരമുള്ള ഒരാൾ വന്നു. അപ്പോൾ ഞാൻ താഴെ പാർക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുമ്പോൾ ഇയാൾ ചാരി നിൽക്കുന്നുണ്ട് ഭിത്തിയിലോട്ട്. എൻ്റെ കൂടുതൽ ഡോക്ടറെ വാരിക്കോസ് വെയിൻ്റെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തു എന്നെയും കൂടെ കണ്ടിച്ചിട്ട് പോകും, ഒപ്പം എന്നെ കൂടെ കാണിച്ചിട്ട് പോകും. അപ്പോൾ അവർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വളരെ ദൂരെ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. ആൾക്ക് ചാരി നിൽക്കുക. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി, അവർ നേരെ നിൽക്കാൻ പറ്റുന്നില്ല, കാലിന് താങ്ങാൻ പറ്റാഞ്ഞൊരു ചാരി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കസേരയിലിരിക്കുക. അപ്പം ഇരിക്കാൻ പറ്റുന്നില്ല, ഈ എന്ത് ഒരുവിധപ്പെട്ട കസേരയിലൊന്നും ആൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം കിടക്കാൻ പറ്റുമോ, ഇല്ല, ശ്വാസം മുട്ടിയിട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ ഭക്ഷണം ചെയ്തത്. അപ്പോൾ അവൻ ഇത് ജ്യൂസ് എല്ലാം കുടിക്കും അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് വിഷം മേടിച്ചു കൊടുക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്, ഇതെല്ലാം അവന് വാങ്ങിച്ചു കൊടുക്കും. ഇത്രയും ആയി ആൾ, എത്ര ഇത്രയും വയസ്സുള്ള ആളാ? 29 വയസ്സേ ഉള്ളൂ. 29 വയസ്സുള്ള ഒരാൾക്ക് 196 കിലോ. ഞാൻ പറഞ്ഞ 100 കിലോ കടന്നിട്ട് പോകുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇയാൾ ബുദ്ധിമുട്ടൊന്നും കാണണ്ടേ, അവനെ രക്ഷിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ വന്നതുപോലും വേറൊരു കാര്യത്തിനുണ്ട്. ഫൈനലി ആൾക്ക് നമ്മൾ സർജറി ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ വളരെ ഹൈ റിസ്കിലോട്ട് എത്തി. ഇവരെന്തുകൊണ്ട് 100 കിലോ കഴിഞ്ഞപ്പോൾ 120 ആയപ്പോഴോ 150 ആയപ്പോഴോ ഒന്നും വരാതിരുന്നു, അവരെ കൊണ്ട് കാണിക്കാതിരിക്കുക. അയാൾ ചോദിക്കുന്നത് ഭക്ഷണം എന്ത് വേണമെന്നുണ്ടെങ്കിലും കഴിച്ചോട്ടെ നോക്കി. ഇത് ഓരോ ദിവസവും ഇയാൾക്ക് വെയിറ്റ് കൂടിക്കുക. പിന്നെ കുറച്ചൊന്ന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മൂവ്മെന്റ്സ് എല്ലാം റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കൂടും. അവൻ പറയുമ്പോൾ വലിയ കഴിച്ചില്ലെങ്കിലും കൂടും. അതിപ്പോഴത്തെ അവസ്ഥയാണ്, പണ്ടത്തെ അല്ല. അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരാൾ ഞാൻ പറഞ്ഞ് ക്യാൻസർ ആയതിനെ കൊണ്ട് ചികിത്സിപ്പിക്കില്ലേ, ഇത് അതിനേക്കാൾ കഷ്ടമുള്ള സാധനമല്ലേ. ജീവൻ അപകടത്തിലെത്തുന്നവരെയും നമ്മൾ കാത്തിരിക്കരുത്. പലപ്പോഴും വീട്ടുകാർ ചെയ്യുന്ന ദോഷമായിട്ടുമുണ്ട്. ഇതാരെങ്കിലും ഒന്ന് മനസ്സിൽ തീരുമാനിക്കുന്നതിന് വലിയ താമസം എടുക്കുന്ന ആൾക്കാർ, ഒബേസിറ്റിക്കാർ ചികിത്സിച്ചേക്കാമെന്ന് വിചാരിക്കും. ഞാൻ പറയും നിനക്ക് കഴിക്കാതിരുന്നാൽ പോരെ, നിനക്കങ്ങ് കുറയ്ക്കാമല്ലോ, ഇതിനുവേണ്ടി എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്, ഇതിനുവേണ്ടി എന്തിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അഹങ്കാരമാണ് എന്ന് പറയും. ഞാൻ പറയും തീ കത്തുന്നിടത്തു നിന്ന് ഓടി രക്ഷപ്പെടാമോ എന്ന് തന്നെ കാല് ക്രോസ് വെച്ചിരുന്നാലാന്ന് ഞാൻ പറയാറുണ്ട്. ഇത് കേട്ടിട്ട്, ഇതൊരു പ്രാവശ്യം TV പറഞ്ഞത് കേട്ടിട്ട് ഒരു പേഷ്യന്റ് അവരുടെ വൈഫ് വേണം, സാറേ ഞാൻ തെറ്റ് ചെയ്തെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അവൾ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനപ്പോൾ എപ്പോഴും സർജറി വേണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് സമ്മതിച്ചിരുന്നില്ല, ഇത് കേട്ടപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് ഒരു പ്രാവശ്യം പേഷ്യന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ഈ ആൾക്കാർ ഇപ്പോൾ തൈറോയിഡിൻ്റെ മഴ വന്നോ ഓപ്പറേഷൻ പറഞ്ഞാൽ ഉടനെ ചെയ്യുന്നുണ്ട്, ഹെർമിയ വന്നാൽ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് 120-150 ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, കുടുംബവുമായിട്ട് ആലോചിക്കേണ്ടതെന്ന് മഹാൻ പറഞ്ഞിട്ട് പോയി. അതിൻ്റെ അർത്ഥം നടക്കാൻ പോകുന്നില്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ മറ്റുള്ളവരെ ഡിപ്പെൻഡൻ്റാണ്. അവരൊരിക്കലും ഡോക്ടറെ അടുത്ത് ഡിസ്കഷന് വരണമെന്നില്ല. അവരവിടെ ഇരുന്നിട്ട് തീരുമാനിക്കുന്നു ഇയാൾ ആഹാരം കഴിക്കാതിരുന്നത് ഇതെല്ലാം ശരിയായിക്കൊള്ളുന്നു. ഈ ആൾക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ നിലയിലെത്തിയത്. ഇനി എന്തെങ്കിലും ഞാനെപ്പോഴും പറയും, ഒരു U-ടേൺ എടുത്ത് കൊടുക്കണം. പിന്നെ ഇയാൾ തന്നെ നല്ലതിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമായിരിക്കും. ആ U-ടേൺ എടുത്ത് കൊടുക്കുക. അപകടത്തിൽ ചാടുന്നതിന് മുമ്പേ ഒന്ന് U-ടേൺ ആക്കി കൊടുക്കുന്നതാണ് സർജനോ അല്ലെങ്കിൽ ടീമോ ചെയ്യുന്നത്, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റോ ചെയ്യുന്നത്. അത് ചെയ്യാൻ അനുവദിക്കാതെ ഇവൻ വീണോട്ടെ, കൊക്കയിലോട്ട് വീണോട്ടെ എന്ന് വിചാരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. പലപ്പോഴും അത് ചെയ്യുന്നതാണ് ഇവരെ രക്ഷപ്പെടാൻ പറ്റാത്ത നിലയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് പോയിട്ട് ഇവർ ഡയബറ്റീസ് വന്നു, പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടി കിഡ്നി ഫെയിലിയർ വന്നിട്ട് വരും. പണ്ടൊക്കെ ഞങ്ങൾ കിഡ്നി ഫെയിലിയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യത്തില്ലായിരുന്നു, എന്തായാലും എല്ലാ ഓർഗൻസും കേടായി പോയല്ലോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ അവിടുത്തെ ലെക്ഷോറിലെ നെഫ്രോളജി യൂണിറ്റുകാർ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്നി പോയി, ഇനി അടുത്ത കിഡ്നി വെക്കാൻ പ്ലാൻ വെക്കുക, അതും കൂടെ പോവും ഈ ഒരു കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് 16 സർജറി ചെയ്ത് എങ്ങനെയും ഇയാളുടെ മെറ്റബോളിക് പ്രോബ്ലംസ്, ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും വണ്ണോ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇനി വെക്കുന്ന കിഡ്നി അറ്റ്ലീസ്റ്റ് വർഷങ്ങളോളം നിന്നോളും. ഞങ്ങൾ 4 കിഡ്നി ഉള്ളവർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്തിരുന്നു. 4 കിഡ്നി വെച്ചാൽ 2 ഒറിജിനൽ ഉണ്ടായിരുന്ന ചീത്തയായി പോയതും 2 വെച്ചു. രണ്ടാമത്തെ ട്രാൻസ്പ്ലാന്റും കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് പ്രൊസീജിയർ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റീസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ് ഇപ്പോൾ ലാസ്റ്റ് വെച്ച കിഡ്നി അറ്റ്ലീസ്റ്റ് 10-25 വർഷമോ 30 വർഷമോ അല്ലെങ്കിൽ ലൈഫ് ടൈമിലോ വർക്ക് ചെയ്തോളൂ എന്നുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്തരം ആൾക്കാർ, ഡയാലിസിസിൽ പോകുന്ന ആൾക്കാരെ പോലും ഈ ഒബീസിറ്റിയുടെ സർജറി, ഈവൻ അന്നത്തെ ദിവസം പോലും ഞങ്ങൾ സർജറി ചെയ്ത് അന്നത്തെ ദിവസം തന്നെ ഡയാലിസിസിൽ പോകും. പണ്ടൊക്കെ നമുക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഒരു
എന്താ പറയുന്നത് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് ചെയ്തു. ഞങ്ങളുടെ ഒബീസിറ്റിയുടെ നാഷണൽ കോൺഫറൻസ് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പിക് തന്നെയാണ് എനിക്ക് തന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ പ്രസൻറ്റ് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് ലാർജസ്റ്റ് ഡേറ്റയാണ് നമ്മുടെ. അപ്പോൾ അത്രയും പേഷ്യൻസിനെ ഇത്രയും കോംപ്ലക്സ് സെനേറിയോ പോലും നമുക്ക് പ്രൊസീജിയർ ചെയ്ത് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാർ, ഈ ഒബേസിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള കൊഴുപ്പ് എടുത്തു മാറ്റുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതൊരു ആരോഗ്യ പ്രശ്നമല്ലാതെ ഒരു ബ്യൂട്ടി മെയിൻ്റെനൻസ് പേർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മൾ കൊഴുപ്പെടുത്ത് മാറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒബീസിറ്റി സർജറി ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ആമാശയത്തിൽ ഗ്രലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ കൂടുതൽ കൊണ്ടാണ് നമുക്ക് വരുന്നത്. ശരിക്കും ഞാൻ പറയാറുണ്ട്, ഗ്രലിൻ്റെ ഒരു ട്യൂമർ നമ്മുടെ ദേഹത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്യൂമർ നമ്മൾ എത്രമാത്രം നമ്മൾ ദോഷമായിട്ട് ബാധിക്കുന്നു. അത് നമ്മുടെ ആഹാരം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റായിട്ട് ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഹോർമോൺ. അപ്പോൾ അത് ആമാശയത്തിൻ്റെ ഒരു ഫണ്ടസ് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് പോർഷനിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പോർഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാറ്റ് ശരീരത്തിൽ നിൽക്കുന്ന ഒഴിവാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയൺ ഓർസിനെ നമ്മുടെ അതിന് മാഗ്നറ്റ് പിടിച്ചിരിക്കുന്ന പോലെയാണ്. മാഗ്നറ്റിനെ ഒന്ന് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അത് ഈ അയണെല്ലാം പോവുമല്ലോ. അപ്പോൾ ആ ഇരുമ്പിനെ പിടിച്ച് നിർത്താൻ പറ്റാത്ത പോലെ അപ്പോൾ ഫാറ്റ് ബോഡിയിൽ നിന്ന് തന്നെത്താൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ വെയിറ്റ് കുറയുന്നു. ഫസ്റ്റ് മാസം തന്നെ നമ്മൾ കാണും 10 to 15 kg പോകും. മാജിക് പോലെ തന്നെ ഫാറ്റ് തന്നെത്താൻ നഷ്ടപ്പെടും. നമ്മളായിട്ട് മുറിച്ച് മാറ്റുന്നത് 100 ഗ്രാമേ ഉള്ളൂ. ആ സ്റ്റമക്കിൻ്റെ ഒരു പോർഷൻ ഈ 1 സെൻറ്റിമീറ്റർ കൊണ്ട് എടുക്കാവുന്നതല്ലേ നമ്മൾ മാറ്റുന്നുള്ളൂ. അപ്പോൾ അത് പോകുന്നത് ആ പാടെ 100 ഗ്രാമേ നമ്മൾ മാറ്റുന്നുള്ളൂ. പക്ഷേ ഓരോ ദിവസവും 1 കിലോ വെച്ചിട്ടൊക്കെ കുറഞ്ഞിട്ട് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് 1 month നമ്മൾ നോക്കി കഴിഞ്ഞാൽ 15 കിലോയോളം ഭാരം കുറഞ്ഞിരിക്കുന്നതാണ്. ഇവരുടെ എത്രയാണോ വെയിറ്റ് ഉള്ളത്, അപ്പോൾ 150 കിലോ ഉള്ള ആൾക്ക് 10% ആ 15 കിലോ പോകും. അല്ലെങ്കിൽ 100 ഉള്ള ആൾക്ക് 10 കിലോ പോകുന്ന 10% ബോഡി വെയിറ്റ് ഫസ്റ്റ് മന്ത് തന്നെ പോകും. അപ്പോഴത്തേക്ക് തന്നെ ഈ മെഡിക്കൽ ഇഷ്യൂസും പോകും. അപ്പോൾ ഫാറ്റായിട്ട് നമ്മൾ മുറിച്ച് മാറ്റുന്നില്ല. മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വയറൊക്കെ തൂങ്ങുന്നതിനൊക്കെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ 1, 2, 3 കിലോ ഒക്കെ പറ്റും. ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞ കുറിച്ച് അതേ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് അങ്ങനെയൊന്നല്ല. ഇവർക്ക് 10-15 കിലോ ഒരു മാസം തന്നെ പോകണം. അതുകൊണ്ട് ഒന്നും നമ്മൾ ശരിക്കും മുറിച്ച് മാറ്റുക നഷ്ടപ്പെടുന്നില്ല. ആമാശത്തിൽ ഈ ഹോർമോൺ കൂടി നിൽക്കുന്ന ഒരു ട്യൂമർ ഉണ്ടാക്കുന്ന ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗത്തിനെ മാത്രമേ ഈ ഹോർമോൺ മാറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാം കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ഇനിഷ്യലി കുറച്ച് ഡയറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ലിക്വിഡ് ഡയറ്റ്, പിന്നെ സെമി സോളിഡ്. 1 മാസം കഴിയുമ്പോൾ എല്ലാം കഴിക്കാം, എല്ലാം ഡൈജസ്റ്റ് ആവും, അബ്സോർപ്ഷൻ്റെ പ്രോബ്ലംസ് ഇല്ല, വൈറ്റമിൻ പ്രോബ്ലം ഒന്നും ഇല്ല. കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അത് ആവശ്യവുമാണ്, അല്ലാതെ വളരെയധികം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ പക്ഷെ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വെയിറ്റ് കുറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവരോട് കഴിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം ആവില്ല. അവരുടെ ആ ഹോർമോൺ കൂടുതൽ നിൽക്കുന്നതിനെ മാറ്റി കൊടുത്തിട്ട് പിന്നെ ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം. ചിലർക്കൊക്കെ സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണ്ടി വരും. അവരുടെ മാനസിക പ്രയാസങ്ങൾക്ക് ഒരു എസ്കേപ്പ് പോലെ ആയിരിക്കും അവർ ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് ബിഞ്ച് ഈറ്റിംഗ് വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്രസീവ് ഈറ്റിംഗ് വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടെ അവർക്ക് ആവശ്യമാണ്. ബിക്കോസ് ഇവരുടെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ വളരെ ആവശ്യമാണ് ആ ഒരു കാര്യം. പിന്നെ നമ്മളെല്ലാവരും പല ഈ കൾച്ചേഴ്സ് മാറി വന്നിട്ട് ബിഞ്ച് ഈറ്റിംഗ് ആയി, നമ്മുടെ ഇത് ഗ്രൂപ്പിൽ കഴിക്കുമ്പോഴത്തേന് കൂടുതൽ കഴിക്കുന്ന ബുഫേ സംസ്കാരം, ഇതൊക്കെ വന്നിട്ടുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ കിട്ടുന്നു, നമ്മുടെ ബെവറേജസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്, ആൽക്കഹോൾ കൂടുതൽ എടുക്കുന്നത്, ഇതെല്ലാം പാറ്റേൺസ് ഇപ്പം മാറി വരുന്നത്. നോൺ വെജിറ്റേറിയൻ കൂടി ഇതെല്ലാം നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ സമൂഹവും കൂടി ഒന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും പറയും, ഒബീസ് ആവാതിരിക്കാൻ നോക്കാൻ ഏറ്റവും നല്ല കാര്യം. അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യണോ, എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്, കമ്പനിക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ മരുന്ന് കഴിക്കുന്ന പറയുന്ന വിദഗ്ധന്മാരൊക്കെ ഉണ്ട്. ഇയാൾ എന്തിനാ ഗ്രേഡിൽ പോയത്? എനിക്ക് കമ്പനിയെ പേടിക്കേണ്ട കാര്യം, ഞാൻ ആ ഒരു ഗ്രേഡിലോട്ട് എത്തുന്നില്ല. നമ്മൾ എത്തിച്ചിട്ട് പിന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്താതിരിക്കുക. നമ്മുടെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ആവശ്യമാണ്. വന്നാൽ വേണ്ട ഒരു പ്രൊസീജിയർ വന്നിട്ട് ഈ ഒരു സാധനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. അങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടത്.